ജോർജിയയിൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ്. ജോർജിയയിൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ, ചെയ്യുന്ന ആൾക്കാരുണ്ട്, എത്ര സാലറി കിട്ടും, എന്തൊക്കെ പാർട്ട് ടൈമുകളാണുള്ളതൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ജോർജിയയിലുള്ള പാർട്ട് ടൈമിനെ കുറിച്ച് ഇവിടെ ഓൾറെഡി പാർട്ട് ടൈം ചെയ്യുന്ന ഗൗരിനോട് നമുക്ക് ചോദിച്ചേക്കാം. എന്തിലായിരുന്നു പാർട്ട് ടൈം ചെയ്യുന്നത്? ഞാൻ ഗെയിം പ്രസിഡന്റ് ആയിട്ടാണ് കസിനോ അല്ല, നമുക്ക് ഓൺലൈൻ ഗെയിമിംഗ് ആണ്. ശരിക്കുള്ള പ്ലേസ് അല്ല, ഓൺലൈൻ ഗെയിമിംഗ് ആണ്. ഓൺലൈൻ ഗെയിമിംഗ് ആണ്. അതില് ഗെയിം പ്രസിഡന്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഇതിലേക്ക് എത്തിയത് എന്റെ ഫ്രണ്ട് വഴിയാണ്. അവൻ എനിക്ക് വേണ്ടി റെഫർ ചെയ്ത്, അവൻ ഓൾറെഡി ജോലി ചെയ്യുന്നതാണ്. അപ്പോ മൂപ്പർ റെഫർ ചെയ്തു. യെസ്. ഓക്കെ, അപ്പൊ ഇതില് ജോലി കിട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ശരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്റർവ്യൂവിന് വിളിച്ചു, മെയിൽ അയക്കണം. അപ്പൊ മെയിൽ ഐ ഡി ഫ്രണ്ട് തന്നു. ഫ്രണ്ട് എന്നെ റെഫർ ചെയ്തു, അവൻ മെയിൽ അയച്ചു. അവൻ മെയിൽ അയച്ചു. അപ്പൊ ഇനിയുള്ള ആൾക്കാർക്ക് ഗൗരി റെഫർ ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് മെയിൽ അയച്ചു കഴിഞ്ഞു. പിന്നെ മെയിൽ അയച്ചു കഴിഞ്ഞു നമുക്ക് കോൾ വരും, ഇന്റർവ്യൂ കോൾ വരും. ഒരു 3 days കഴിഞ്ഞ് വരും. ഓക്കെ, നമ്മൾ ഇന്റർവ്യൂവിന് പോവാ. നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഒക്കെ നോക്കാൻ വേണ്ടി. ഇംഗ്ലീഷ് അറിയാന്നുള്ളതാണ് ഇന്റർവ്യൂ ക്രൈറ്റീരിയ. നല്ല വൃത്തിക്ക് ഇംഗ്ലീഷ് അറിയാം. നമ്മള് റെസ്യൂമിൽ ഇംഗ്ലീഷ് സ്പീക്കർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ജോർജിന അറിയെങ്കിൽ അത് പറയാം. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞു. ഓക്കെ, ഇംഗ്ലീഷ് അറിയാം. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് കോൾ വരും, പാസ് ആയെന്നുള്ളത്. അതിനുശേഷം നമുക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ട്, ഒരു 8 days. അപ്പൊ ട്രെയിനിങ്ങിന് ഓരോ ഡേയും ഓരോ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് എല്ലാം പാസ് ആവണം. പിന്നെ ലാസ്റ്റ് ഡേ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അത് ശരിക്കും നമ്മൾ ഗെയിമിംഗ് ഏരിയ ചെന്നിട്ട് ഓൺലൈൻ ആയിട്ട് പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ സമയത്ത് സാലറി ഉണ്ട്. ഈ ട്രെയിനിങ്ങിന് ഏരിയക്ക് 8 daysന് 100 ലാറി കിട്ടും. 100 ലാറി, അതായത് നാട്ടിൽ ഏകദേശം 3200 രൂപ ഈ ഒരു 8 days. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് പാസ്സായി, പ്രാക്ടിക്കലും പാസ്സായി, പിന്നെ അടുത്ത ദിവസം നമുക്ക് ജോലി കയറാം. ഇതാണ് അപ്പൊ ഇതിന്റെ കോസ്റ്റ്യൂം. ഇതാണ് കോസ്റ്റ്യൂം. ഓക്കെ, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ്. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് ജോലി കയറാൻ പറ്റും. അപ്പോ ജോലിയിൽ എന്താ ശരിക്കും ചെയ്യാനുള്ളത്? ജോലിയിൽ ഒരു ഡേ 8 അവറാണ് ചെയ്യേണ്ടത്. ജോലി ചെയ്യേണ്ടത് 8 മണിക്കൂർ. 8 മണിക്കൂർ. ഓക്കെ, 8 മണിക്കൂറിൽ 3 ബ്രേക്ക് ഒക്കെ ഉണ്ടാവും. ഓക്കെ, 6 മണിക്കൂർ ബ്രേക്ക് വെച്ചിട്ടുണ്ട്. 1 month 8 days വർക്ക് ചെയ്താൽ മതി. അപ്പോ ഗെയിം പ്രസന്ററിന്റെ സാലറി എന്ന് പറയുന്നത് 1200 സംതിങ് വരും. 1200 ലാറി കിട്ടും ഒരു 8 ദിവസത്തേക്ക്. ഒരു മാസം 8 ദിവസം, അതായത് 8 × 8 മണിക്കൂർ, 64 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്താൽ മതി. 64 മണിക്കൂർ. അപ്പൊ മണിക്കൂറിന് എത്ര പൈസയാണ് ശരിക്കും? 1200 കിട്ടും. അതിന് ബോണസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. ആ ബോണസ് ഉണ്ടെങ്കിൽ ബോണസ് എങ്ങനെ കിട്ടും? എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ 18 ലാറിയാണ് ഒരു മണിക്കൂറിന്. ഭയങ്കര സാലറി ആണല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ. അത് കുറെ ഗസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നല്ലോണം കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവര് മൈനസ് ആക്കും. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, 1200 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 38,000 രൂപ അല്ലേ? 36,000 രൂപ. 36,000 രൂപ മന്തിൽ. അപ്പൊ നമ്മൾ ലിവിംഗ് എക്സ്പെൻസ് മൊത്തം മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വേക്കൻസീസ് ഉണ്ട് ആവശ്യത്തിന് അവിടെ? വേക്കൻസി അവർക്ക് എപ്പോഴും നീഡ് ഉണ്ട്, എപ്പോഴും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ഇംഗ്ലീഷ് അറിയാന്നുള്ള ഒറ്റ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോ നമുക്ക് ഇന്ന് ഈ 8 ദിവസം ആരാ ഫിക്സ് ചെയ്യാം? നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അവർ ഫിക്സ് ചെയ്യുന്നതാണോ? അതായത് അവരായിട്ട് നമുക്കൊരു ഡേറ്റ് തരും. നമുക്ക് ആ ഡേറ്റ് ക്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗീവ് അവേ എന്ന് പറഞ്ഞ സാധനം കൊടുക്കാം. ഗീവ് അവേ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് വേറെ ആരും എടുത്താൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല, എടുത്തില്ലെങ്കിൽ നമ്മൾ പോകണം. ഓക്കെ, ഗീവ് അവേ കൊടുത്തിട്ട് മറ്റൊരാൾ എടുത്തു കഴിഞ്ഞാൽ ആ പൈസ ആ സമയത്ത് പൈസ നമുക്ക് കിട്ടില്ല. പൈസ കിട്ടും. 8 ദിവസം എന്തായാലും വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ റീച്ച് ആവും. ഓക്കെ, അപ്പൊ 8 ദിവസം മറ്റൊരു ദിവസം കിട്ടും നമുക്ക്. വേറൊരാൾ ഗിവ് അവേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ദിവസം കിട്ടും. നമ്മുടെ ഗിവ് അവേ കൊടുത്തിട്ട് നമുക്ക് 8 ദിവസം പൂർത്തിയാക്കാൻ 8ാമത്തെ ദിവസം വേറെ ആളുടെ ഗിവ് അവേ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ 1200 ലാറി നമുക്ക് കിട്ടാണ്ട്. ആവശ്യം ടിപ്പ് ഉണ്ടാവാറേ? ഒന്നുമില്ല, ഓൺലൈൻ അല്ല. അപ്പൊ ടിപ്പ് ഉണ്ടാവും. അപ്പോ ഇതാണ് ഗെയിം പ്രസന്റിംഗിന്റെ. അപ്പൊ ആവശ്യത്തിന് വരുന്ന ആൾക്കാർക്കൊക്കെ കയറാൻ മാത്രം സാധനം. ഓക്കെ, അപ്പൊ ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ ഗൗരി റെഫർ ചെയ്തോളൂ. വേറെന്താ ഈ പാർട്ട് ടൈമിൽ പറയാനുള്ള? ഈ ഏത് സമയത്താണ് ഉണ്ടാവുക? ഡേ ടൈം ആണോ നൈറ്റ് ആണോ? ഡേ ടൈം രാവിലെ 8 തൊട്ട് വൈകിട്ട് 4 വരെ. അത് പറ്റലുണ്ടാവില്ല ക്ലാസ്സുകളുണ്ട്? അത് മിക്കവർക്കും പറ്റില്ല. പിന്നെ ആഫ്റ്റർനൂൺ ടൈം ആണെങ്കിൽ വൈകിട്ട് 4 തൊട്ട് രാത്രി 12 വരെ. അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് പറ്റും. ഞാൻ മിക്കപ്പോഴും അതെടുക്കാം. 12 മണി. പിന്നെ 12 തൊട്ട് രാവിലെ 8 വരെ നൈറ്റ് ടൈം. അതും ചിലപ്പോൾ പറ്റിയെന്ന് വരും. അത് പക്കയായിട്ട് പറ്റും. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ എക്സ്ട്രാ ടൈം എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാവും? ഹവർലി എത്ര ഉണ്ടാവുക? അത് എത്ര കറക്റ്റ് അറിയില്ല. ബോണസ് പറഞ്ഞു പറഞ്ഞുണ്ട്. ഇപ്പോ 64 അവേഴ്സിന് പകരം ഒരു 100 അവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ബോണസ് കിട്ടും. ബോണസ് ഉണ്ടാവും. അങ്ങനെ 90 അവേഴ്സ് വർക്ക് ചെയ്ത് ഡിഫിക്കൽട്ടി ഉണ്ട്. ഇതിങ്ങനെ നിക്കണം, കാല് വേദനിച്ചിങ്ങനെ നിക്കണം. ഇരിക്കുകയാണ്. ടേബിൾ ആണ്, നമ്മൾ ഇരിക്കുകയാണ്. സംഭവം ലാവിഷ് പണിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉറക്കം കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടിവരില്ലേ? കാരണം എഡ്യൂക്കേഷൻ എല്ലാം കൂടെ. ഇപ്പൊ 1 മാസമായിട്ടുള്ള പോകുന്നുള്ളത്. ക്ലാസ്സിന് ഡിസ്റ്റർബ് ആണ്ട? ക്ലാസ് ഇല്ല, എനിക്ക് ക്ലാസ് രാവിലെ ആണല്ലോ, രാത്രി പോണ കുഴപ്പമില്ല. അതായത് ഉറക്കമൊക്കെ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലേ? ചില സമയത്ത് നൈറ്റിലൊക്കെ നല്ല ഉറക്കം വരും. അപ്പൊ ഈ ഉറക്കമൊക്കെ മാനേജ് ചെയ്ത് നമ്മളെ പഠിപ്പും അതുപോലെ തന്നെ ഇത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് മെഡിസിൻ സ്റ്റുഡൻസിനെ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ലേ? റെക്കമെൻഡ് ചെയ്യാൻ മെഡിസിൻ സ്റ്റുഡൻസിന് പൊതുവെ പാടല്ലേ? പൊതുവെ നല്ല പാടാണ്. അതെ,
അപ്പോൾ എന്താ വെച്ചാൽ നേഴ്സിംഗ് സ്റ്റുഡൻസിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൗരി ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഗൗരി എന്ത് ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ ഗൗരിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പാർട്ട് ടൈമിന് പറയാനുണ്ടോ? വേറെ ഈ ട്രാവലിംഗ് എങ്ങനെയാണ്? നമുക്ക് എവിടെയാ പാർട്ട് ടൈം വരും? ഏത് ലൊക്കേഷന്റെ പാർട്ട് ടൈം വരും? ശരിക്കും ഡിഡുബയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം തൊട്ടടുത്താണ്. അപ്പം വലിയ ട്രാൻസ്പോർട്ടേഷൻ വലിയ പ്രശ്നം. നമുക്ക് മെട്രോയിൽ വന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകാൻ പറ്റുന്നുള്ളൂ. അതല്ലാണ്ട് അവര് കൊണ്ടുവിടുന്ന എങ്ങനെയുണ്ട്? നൈറ്റ് ഉള്ളവർക്കും ആഫ്റ്റർനൂൺ ഉള്ളവർക്കും രാത്രിയൊക്കെ ആകുമ്പോൾ അവർ വീട്ടിൽ കൊണ്ടുവിടും, അവരുടെ വണ്ടി തന്നെ കൊണ്ടുവിടും. ഓക്കെ. ഇതിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ചാലഞ്ചുകളോ ഉണ്ടോ ശരിക്കും ഈ ഒരു ജോബ് ചെയ്യുന്ന സമയത്ത്? മെയിൻ ആയിട്ട് ഉറക്കമുള്ളൂ, പിന്നെ നല്ല സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ അറിയാനുള്ളത്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം മിസ്റ്റേക്സ് വരാതെ നോക്കണം. എനിക്ക് ഇഷ്ടംപോലെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. മിസ്റ്റേക്ക് വന്നാൽ നമ്മുടെ പോയിന്റ്സ് കുറയും. പോയിന്റ് എന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ പോയിന്റ് കുറയുമ്പോൾ സാലറിയും കുറയും. എത്ര പോയിന്റിന് ഇത്ര സാലറി? ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ എത്ര പോയിന്റിന് എത്ര സാലറി കിട്ടുക? അതെനിക്കറിയില്ല. എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ ഒരു ദിവസം മറന്നുപോയി പോവാൻ. അത് ഭയങ്കര വയലേഷൻ സംഭവിച്ചു. എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ അന്ന് ഞാൻ ജോലിക്ക് പോയില്ല. ലൈവ് ഗെയിം ആണല്ലോ, ആളില്ലെങ്കിൽ ഗെയിം നടക്കില്ല. 10 പോയിന്റ് ഉണ്ട് കുറച്ച്. ഇപ്പൊ എനിക്ക് 700 സംതിങ് കിട്ടിയിട്ടുള്ളൂ. 1000 സംതിങ് 10 പറഞ്ഞു. പിന്നെ 17 മിസ്റ്റേക്ക്. അതെ, 1200 700 വന്നിട്ടുള്ളൂ. ഓക്കെ, അത്രയും ബാക്കി കുറഞ്ഞു. ഇതൊന്നും എല്ലാരും കിട്ടിയാണ്. അപ്പോ ഈ വേറെന്താ മിസ്റ്റേക്കുകൾ വരാനുള്ളതില്? വേറെ നമ്മള് കാർഡ് എടുക്കുമ്പോ എക്സ്ട്രാ കാർഡ് എടുക്കുന്നു, ഗെയിമിന് മുന്നേ എക്സ്ട്രാ കാർഡ് എടുക്കുന്നു, എഴുതി കാണിക്കും മോണിറ്ററിൽ. അപ്പൊ അത് പിന്നെന്താ കാർഡ് നമ്മള് ഷഫ്ലർ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഷഫിൾ ചെയ്യണം. അപ്പൊ കാർഡ് സ്കാറ്റേർഡ് ആവുന്നു ടേബിളില്. അതൊക്കെ മിസ്റ്റേക്സ് ആണ്. അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ശരിക്കും. വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ പറയണ്ട? വേറെ കോഫി ഒക്കെ ഫ്രീ ആണ്. കോഫി ഫ്രീ ആണ്. ഹോട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടും. എത്ര വേണം കൊടുക്കാം? എത്ര വേണം. അത് സംഭവം ലാവിഷാണ്. അപ്പൊ ഇതൊന്ന് ഇന്റർവ്യൂ ഒന്ന് പാസ്സായി കിട്ടി ഇംഗ്ലീഷ് ഒന്ന് ഫ്ലുവന്റ് ആവണം എന്നുള്ളൂ. അത്ര പാടൊന്നുമില്ല. നമുക്ക് ഫ്ലുവൻസി മാത്രം. പിന്നെ നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് ഇവിടെ 25,000 ഉള്ളൂ. എന്നാലും ഒരു 10,000 ബാക്കി കിടക്കണില്ല. റെന്റ് കൊടുക്കാൻ പറ്റും. റെന്റ് കൊടുക്കാൻ പറ്റും. ഇത് 25,000 രൂപ ടോട്ടൽ റെന്റും ഫുഡും ഉള്ളൂ. എന്നാലും 10,000 ബാക്കി കിടക്കല്ലേ. 36,000 എന്ന് പറയുമ്പോൾ അത് നമുക്ക് മാറ്റി വെക്കല്ലേ. ഇപ്പൊ ലോണൊക്കെ ഉള്ള കുട്ടികളാണ് ലോണിലേക്കൊക്കെ അടച്ചു തുടങ്ങാം അല്ലെ. ഒന്ന് കാരണം പിടിച്ച് ചെലവാക്കണം. നമുക്ക് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളവർ. $300 ചെലവുള്ളൂ. 25,000 രൂപ ചെലവുള്ളൂ. 10,000 രൂപ എന്തായാലും ബാക്കിയില്ലേ. അത് നമുക്ക് ശരിക്കും ലോണിലേക്കൊക്കെ റീപേയ്മെന്റ് ചെയ്യല്ലേ. ബോയ്സ് ഉണ്ട് എങ്ങനെ ചെയ്യുന്നത്? എല്ലാവർക്കും ബോയ്സിനും ഗേൾസിനൊക്കെ ഒക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതാണ് ടിബിലിസിയുള്ള ഒരു പാർട്ട് ടൈം ജോബ്. അതായത് ടിബിലിസിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം ജോബാണ് ഈ പറഞ്ഞേക്കുന്ന ഈ ഗെയിം പ്രസന്റർ എന്നുള്ള, അതായത് ഓൺലൈൻ ഗെയിമിംഗ് സെന്റേഴ്സിലുള്ള പാർട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന പാർട്ട് ടൈമാണ്. അതല്ലാത്ത വേറെയും ഒരുപാട് പാർട്ട് ടൈം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഡെലിവറീൻ്റെ പാർട്ട് ടൈം ഡെറിലിനെ കാണുന്ന സമയത്ത് ഡാറിൽ നമുക്ക് എന്തായാലും നാളെ മീറ്റ് ചെയ്യണം. ഡാറിലിനോട് ചോദിച്ചേക്കാം. അപ്പോൾ എൻ്റെ കൂടെ ഡെറിലുണ്ട്. ഡെറിൽ ശരിക്കും പേര് ഡാറിൽ നിന്നാണ്, പക്ഷെ വിളിച്ച് ഡെറിലായതാണ് അല്ലേ? അതെ, അതെ. ഞാനിവിടെ UG-യിൽ തേർഡ് സെം പഠിക്കുന്നു. അതെ, നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയിലുണ്ട് ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ ഡാറിൽ ഇപ്പോൾ ഇവിടെ പാർട്ട് ടൈം ഉണ്ട്. ഏതാ ഗ്ലോബോലാണോ? വോൾട്ടിൽ. അതായത് വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫുഡ് ഡെലിവറി ആപ്പാണ്. സൊമാറ്റോ പോലെ തന്നെയുള്ളതാണ്. എങ്ങനെയാണ് വോൾട്ടിൽ നമുക്ക് കയറാൻ പറ്റുക? നമുക്ക് ജസ്റ്റ് നമ്മുടെ നാട്ടിലെ ലൈസൻസ് ജസ്റ്റ് അപ്ലോഡ് ചെയ്താലും മതി. പിന്നെ TRCയുടെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് വോൾട്ടിൽ അക്കൗണ്ട് എടുക്കണം. അതിന് നമ്മൾ നോർമൽ വോൾട്ട് ആപ്പ് തന്നെയാണ് ചെയ്യാം? അല്ലല്ല, അതിന് വേറെ വോൾട്ട് പാർട്ട്ണർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾ അതിനകത്ത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും TRC ഡീറ്റെയിൽസും കൊടുത്ത് അപ്ലൈ ചെയ്ത് തരികയാണ്. അപ്പൊ നമ്മളതൊരു കുറച്ച് വേക്കൻസി വരുമ്പോൾ ഒരു 2 weeks ഒക്കെ കഴിയുമ്പോൾ അവർ നമ്മളെ വിളിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റെന്റ് എടുക്കല്ലേ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ. അല്ലാതെ ഇവിടെ ഒത്തിരി പേര് അക്കൗണ്ട് റെന്റിനും കൊടുക്കുന്നുണ്ട്. റെന്റിന് 120 ആയിട്ട് പെർ മന്ത് റെന്റിന് നമുക്ക് എടുത്തിട്ട് ഇത് പോകാൻ പറ്റും. അതെ. പിന്നെ സ്കൂട്ടറും റെന്റിനും എല്ലാവരും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ പേര് ഓടുന്നുണ്ട്. അതെ. അപ്പോൾ ഇതിന് എന്താ ക്രൈറ്റീരിയ ശരിക്കും? നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണമെന്നാണ്? നമുക്ക് മെയിനായിട്ട് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മതി. പിന്നെ ഇവിടെ നിന്ന് ഒരു ജോർജിയൻ ലൈസൻസ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതില്ലെങ്കിൽ നമുക്ക് 1 വർഷം ഇന്റർനാഷണൽ ലൈസൻസ് നമുക്ക് ഓടിക്കാൻ പറ്റും. 1 വർഷം ഇന്റർനാഷണൽ. അപ്പോൾ ഇന്റർനാഷണൽ ലൈസൻസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് നമുക്ക് നോട്ടറിയുടെ എടുത്തുകൊണ്ടായിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ട്രാൻസ്ലേറ്റ് ചെയ്ത് കയ്യിൽ വെക്കണം. അത് കുഴപ്പമില്ല, ഇന്റർനാഷണൽ കുഴപ്പമില്ല. ഓക്കെ, അതായത് IDP എടുത്ത് പോരണം നാട്ടിൽ നിന്ന്. അപ്പോൾ ഈ പരിവാഹനിലേക്ക് കയറി IDP എടുത്തിട്ട് അതും കൊണ്ടുവരണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ. അപ്പോൾ എത്ര മണിക്കൂർ നമുക്ക് ഓടണം ശരിക്കും? അങ്ങനെയൊന്നുമില്ല. വോൾട്ട് എന്ന് പറയാൻ നമ്മളിപ്പം MBBS പഠിക്കുന്നതുകൊണ്ട്
നമുക്ക് എപ്പോഴും ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിപ്പോ മറ്റു പാർട്ട് ടൈം ജോബ് പോലെ എല്ലാ ദിവസവും ഒന്നും പോകാൻ പറ്റൂല. വോൾട്ട് എന്ന് പറഞ്ഞ ആ കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര സുഖമാണ്. അതായത് നമുക്ക് ഇപ്പൊ ഓടണമെന്ന് നമുക്ക് ഇപ്പൊ തന്നെ ആപ്പ് എടുത്ത് ഓൺലൈനായി ഇപ്പൊ തന്നെ ഓടാം. നമ്മുടെ ഇഷ്ടത്തിനാണ്. അങ്ങനെ ഒന്നും ഇത്ര മണിക്കൂർ ഓടണമെന്നോ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് എന്താ നമ്മുടെ മൂഡ് അനുസരിച്ചിട്ട് നമ്മുടെ ഇതനുസരിച്ച് നമുക്കിങ്ങനെ വർക്ക് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ക്ലാസ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ആപ്പ് ഓൺ ആക്കിയിട്ടാൽ മതി. അപ്പം തന്നെ ജസ്റ്റ് ആപ്പ് ഓൺ ആക്കുക, ആപ്പിലൊന്ന് ഓൺ ചെയ്യാം. അപ്പൊ പിന്നെ ഓർഡർ വരാൻ തുടങ്ങും, വർക്ക് ചെയ്യാം. നമ്മൾ എടുത്ത് പോയാൽ മതി. അപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓർഡർ എടുത്തിട്ട് ഡെലിവറി ചെയ്യാം. അതെ അതെ. അപ്പോൾ ഒരു ദിവസം എത്ര എണ്ണം ചെയ്യാനുണ്ടാവും? എത്ര ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ ഏണിങ്സ് വരിക? ഏണിങ്സ് നമുക്ക് എല്ലാ വീക്കിലും നമുക്ക് അതിന്റെ പേ ഔട്ട് വരും. എത്രയുണ്ടാവും പേ ഔട്ട്? നമ്മൾ വർക്ക് ചെയ്യണ അനുസരിച്ചാണ്. ഒരു 8 hours ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 100 ലാരീസ് 100 ലാരി ഒരു ദിവസം. അപ്പോൾ നമുക്ക് ഒരു ആഴ്ചയിൽ 3 ദിവസം വർക്ക് ചെയ്താൽ മതി. എന്നാലും ഒരാഴ്ചത്തേക്കുള്ള ചെലവിന്റെ നമുക്ക് അത്യാവശ്യം ചെലവിന് ഇപ്പൊ എല്ലാ ദിവസവും വർക്ക് ചെയ്യണമെന്നില്ല. നമുക്കൊരു എന്താ പറയാ ഒരു 10 ദിവസം വർക്ക് ചെയ്താൽ തന്നെ ഒരു 1000 ലാറി അത് മതി. ഇവിടെ ലാവിഷായിട്ട് എല്ലാ റെന്റും ചെലവും. ശരിക്കും ശനി ഞായർ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാസം 8 ദിവസം കിട്ടും. പിന്നെ ഒരു 2 ദിവസം കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്താൽ തന്നെ ഇവിടെയുള്ള ചെലവുകൾ കഴിയും. എല്ലാ ചെലവും കഴിഞ്ഞ് നല്ല ലാവിഷായിട്ടുള്ള ഒരു ഫണ്ട് കിട്ടും നമുക്ക്. 1000 ലാറിക്ക് നല്ല രീതിയിൽ ജോർജിയൽ നിൽക്കാം. ശരിയാ, 25,000 രൂപ മതിയല്ലോ നോർമലി. അപ്പോൾ നമുക്ക് ഈ ശരിക്കും ബൈക്ക് എങ്ങനെയാണ് നമ്മൾ ഓണായിട്ട് കൊണ്ടുവരണം അല്ലെ? ഓണായിട്ട് എടുക്കണം അല്ലേ? ഇല്ല, ബൈക്ക് നമുക്ക് റെന്റിനായാലും എടുക്കാം. പിന്നെ ഞാൻ എന്തായാലും ഇനി ഒരു 4-5 വർഷം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വണ്ടി ഞാൻ സ്വന്തമായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു. റെന്റിന് എത്ര പൈസയാണ് ശരിക്കും ബൈക്കിന്? റെന്റിന് ഇവിടെ വരുന്നത് 650 ലാരിയൊക്കെ വരുന്ന ഒരു മാസം. 650. അപ്പോൾ അതായത് ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ 18,000 20,000 ഏകദേശം വരും. 650 ലാറിയോ? അതെ. 1000 ലാറിയിലാകെ കിട്ടുള്ളൂ. അല്ല, അത് നമ്മൾ എക്സ്ട്രാ കുറെ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ അതായത് അങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു 4 ആളൊക്കെ കൂടി ഒരു ബൈക്ക് എടുത്തിട്ട് പല ഷെഡ്യൂളിൽ പോകേണ്ടി വരില്ല? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഒറ്റയ്ക്ക് ഓടുന്നതായിരിക്കും നല്ലത്. പക്ഷേ 600 ലാറി ബൈക്കിന് റെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് എങ്ങനെ ശരിയാവും അത്? ശരിയാ. ഇപ്പൊ ക്ലാസ് ഉണ്ടെങ്കിൽ വേറെ ഫ്രണ്ട്സിനായാലും അങ്ങനെ ഓടി. അല്ല, ഇപ്പം പുതിയൊരു ബൈക്ക് എടുക്കണ എന്ത് എമൗണ്ട് വരും? ഇതിപ്പോ ഞാൻ പുതിയത് എടുത്തത് 1.5 ലക്ഷം വന്നു. നാട്ടിൽ 1.5 ലക്ഷം രൂപ, അതായത് $1,500 അടുത്ത്. 5000 ലാരി. ഓക്കെ, 5000 ലാറി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ. ഓക്കെ, അപ്പൊ അതല്ലേ നല്ലത്? 600 ലാറി ഇത് കൊടുക്കുന്നതല്ല 5000 ലാറിക്ക് ബൈക്ക് എടുക്കുന്നല്ലേ? അത് നമ്മൾ ഇത്രയും വർഷം ഉള്ളതുകൊണ്ട് കയ്യിലൊരു വണ്ടി ഇരിക്കുന്നത് നല്ലതാ. നമ്മുടെ ആവശ്യങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനായാലും. പിന്നെ 600 ലാറി ശരിക്കും റെന്റ് ഉണ്ട് ഇവിടെ ബൈക്കിന്? 650 വരും. 650 ലാറി റെന്റ് ഉണ്ട് ഒരു മാസം. 600. അതായത് നമ്മൾ 5000 ലാറി എന്ന് പറയുമ്പോൾ അതിന്റെ 10% റെന്റോ? ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ബൈക്ക് എടുക്കാൻ $1,500. $1,500 നമുക്ക് പുതിയൊരു വണ്ടി എടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയാണ്? നമുക്ക് നാട്ടിൽ എങ്ങനെ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യാം. TRC വെച്ച് തന്നെ ചെയ്യാം. നമുക്ക് നമ്മളെ പേരിലേക്ക് ചെയ്യാം. അപ്പോൾ TRCന്റെ വാലിഡിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുക? ഇല്ല. പാസ്പോർട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ രജിസ്ട്രേഷൻ? പാസ്പോർട്ട് വെച്ചിട്ട് സംശയം. TRC വേണ്ടി വരും നമുക്കൊരു വണ്ടി ഇവിടെ എടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. ഞാൻ എടുത്തത് TRC വെച്ചാണ്. ഇത് യമഹ റേസ് നല്ല വണ്ടിയാണല്ലേ? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഡെലിവറിക്കൊക്കെ പറ്റിയ നല്ലൊരു പറ്റിയാണ്. അപ്പോൾ എത്ര മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ശരിക്കും? നമുക്ക് ഈ ക്ലാസിന്റെ കൂടെ ക്ലാസ് ഡിസ്റ്റർബ് ആവാതെ പോവുകയാണെങ്കിൽ എത്ര മണിക്കൂർ ചെയ്യാൻ പറ്റുന്നുണ്ട് പാർട്ട് ടൈം? ചില ദിവസങ്ങൾ എനിക്ക് ഉച്ചവരെയൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനൊരു ഈവനിങ് ഞാൻ ഒരു 8 hours ഒക്കെ അങ്ങനെ ഓടും. അതുപോലെ ഞാൻ ഇങ്ങനെ ഉച്ചവരെയുള്ള ക്ലാസ്സുള്ള ദിവസങ്ങൾ മാത്രമേ ഓടുന്നുള്ളൂ. അതായത് മെഡിസിൻ സ്റ്റുഡൻസ് ആണ് അത്രയും സമയം ഉണ്ടാവുള്ളൂ അല്ലേ? അതെ, അതുകൊണ്ട് നമുക്ക് അതായത് മാസത്തിൽ ഒരു 10 ദിവസമൊക്കെ നമുക്ക് ഉച്ചവരെയുള്ള ഒരു 1:30 കഴിയുന്ന ക്ലാസ്സുകളുള്ളൂ. അപ്പൊ ഞാനൊരു മാസത്തിൽ 10 ദിവസമൊക്കെ ഓടുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് ചെലവിനുള്ള എല്ലാം ഏർണിങ്സ് എല്ലാം സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസിന് ഏകദേശം ആഴ്ചക്ക് ഒരു 3 ദിവസമല്ലേ ക്ലാസ് വരുന്നുള്ളൂ, സ്കെഡ്യൂൾ കറക്റ്റ് ആക്കി വെക്കുകയാണെങ്കിൽ. അപ്പൊ ബാക്കി 4 ദിവസം ശരിക്കും ഓടല്ലേ? അവർക്ക് നഴ്സിംഗ് സ്റ്റുഡൻസിന് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അതെ, അപ്പൊ നല്ല രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം തന്നെ നമുക്ക് വോൾട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇവിടെയുള്ള ചെലവ് ഇവിടുന്ന് മീറ്റ് ചെയ്യാം, പക്ഷെ ഫീസ് അടക്കൽ ഒരിക്കലും നടക്കൂല. ഫീസ് അടക്കല് മെഡിസിന് പഠിക്കുന്ന MBBS സ്റ്റുഡൻസിനും അല്ല, നഴ്സിംഗ് സ്റ്റുഡൻസിന് നമുക്ക് വേണമെങ്കിൽ, കാരണം 3 ദിവസം ക്ലാസ് ഉള്ളതുകൊണ്ട് ബാക്കി ദിവസങ്ങളൊക്കെ എന്നാലും ചാലഞ്ചിങ് അല്ലേ ശരിക്കും? നമുക്ക് ഒരിക്കലും ആ ഒരു ഇതിൽ വരാൻ പറ്റില്ലല്ലോ അല്ലേ? കാരണം 4000 USD നമുക്ക് നോക്കാം. അപ്പോൾ 2000 USD എന്ന് പറയുമ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, അത് മീറ്റ് ചെയ്യണ്ടേ? മാസം 40,000 രൂപ സേവ് ചെയ്യണ്ടേ? എന്നാൽ 6 മാസത്തിനുള്ളിൽ ഏകദേശം നമുക്ക് 10 മാസമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ 5 മാസത്തിനുള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം നടക്കലുണ്ടാവില്ല. പേരൻസിനെ ഡിപെൻഡ്. അതെ. അപ്പോൾ ലിവിങ് എക്സ്പെൻസ് മാത്രം നമ്മൾ ഇവിടെ നോക്കിയാൽ മതിയാവൂലേ? ലിവിങ് എക്സ്പെൻസ്
മെയിൻ്റെനൻസും. പിന്നെ എങ്ങനെയുണ്ട് ഇവിടെ ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റിസ്ക് ഉണ്ടാ ഇവര് ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല എല്ലാം നല്ല വോൾട്ടിന്റെ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ അഡ്രസ്സ് എന്തെങ്കിലും മാറുകയാണെങ്കിൽ തന്നെ ആയാലും നമ്മൾ ജസ്റ്റ് കസ്റ്റമർ സപ്പോർട്ടിൽ ഇത് ഭയങ്കര സപ്പോർട്ടോ, അവര് എല്ലാ കാര്യങ്ങളും ഗൈഡും എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞു തരും. ഇവിടെ പേ ഓൺ ഡെലിവറി ആകുമ്പോൾ എങ്ങനെയാ ചെയ്യാ? അത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മള് ഇത് ഇവിടെ എല്ലാ സ്ഥലത്തും ഒത്തിരി പേ ബോക്സുകളും കാര്യങ്ങളുണ്ട് ബാങ്കുകളുടെ. അപ്പൊ അതിൽ തന്നെ നമുക്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ആ പേയ്മെന്റ് ഡെപ്പോസിറ്റ്. ഇപ്പൊ പേ ഓൺ ഡെലിവറിയിൽ നാട്ടിലൊക്കെ നമ്മൾ സൊമാറ്റോയിൽ ഫുഡ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് എടുക്കാലോ. അതുപോലെ ഇവിടെയും ഉണ്ട്. ഫുഡ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡ് എടുക്കാം. റെസ്റ്റോറന്റ് ഫുഡ് തിരിച്ചെടുക്കില്ല. അപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്? കിട്ടിയിട്ടുണ്ടാ? ഇല്ല അങ്ങനെ കിട്ടിയിട്ടില്ല. ക്യാൻസൽ അങ്ങനെ വരാറില്ല. റെയറസ്റ്റ് ഓഫ് ദ റെയറിൽ വരുള്ളൂ, അങ്ങനെ വരാറില്ല. ഫ്രണ്ട്സ് അങ്ങനെ ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഫ്രണ്ട്സിന് ഫ്രണ്ട്സിന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരുപാട് സമയം പാർട്ട് ടൈം ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാ? ഇല്ല നമുക്ക് ക്ലാസ്സും കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് സമയം അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ. അപ്പൊ ശരിക്ക് ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം ഉണ്ടാ? അതെ നമുക്ക് ഒന്നാമത് ലാംഗ്വേജിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പാർട്ട് ടൈം ജോബ് നമുക്ക് അങ്ങനെ കിട്ടൂല. ഇപ്പൊ ഒരു കടകളിലായാൽ പോലും നമുക്ക് ലാംഗ്വേജിന്റെ ഇഷ്യൂ ഉണ്ട്. ഇപ്പം എന്താ പറയാ, ഈ ഗ്രോസറി സ്റ്റോഴ്സിലായാലും അവിടുത്തെ ബില്ലിങ്ങിന്റെ കമ്പ്യൂട്ടർ പോലും ഫുൾ ജോർജിയൻ ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷിലല്ല. അങ്ങനെ കുറെ പാർട്ട് ടൈം ജോബിന്റെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. അതെ, എന്നാലും മെനക്കെട്ട് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാനും സാധ്യത. അതെ ഇപ്പൊ എവല്യൂഷനിലൊക്കെ പോലെ അങ്ങനെ ഗാംബ്ലിങ്ങിന്റെ ഇത് കസിനോസിലും അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടാം. അതെ, പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ അത്രയും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് അവിടെ എന്തായാലും മിനിമം ഒരു 8 hours നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഇതാവുമ്പോ നമുക്ക് ഇഷ്ടമുള്ളപ്പോ ഇപ്പൊ 2 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നുള്ളെങ്കിൽ പോലും നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റും. അതെ, ഫ്രണ്ട്സ് ആരെങ്കിലും വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട്സ് അങ്ങനെ എവല്യൂഷനിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ചില ഫ്രണ്ട്സ് കസീനോസിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളാണ്, പക്ഷെ കുറച്ച് ഹെക്ടിക് ആണ്. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡെറിൽ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാണ്ടായിരുന്നത്. ഓക്കെ, താങ്ക് യു. ഞാനല്ലേ നന്ദി താങ്ക് യു പറയേണ്ടത്. ഓക്കെ എന്നാൽ